ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെന്ററിംഗ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? വിശ്വസിക്കുന്ന ആളുകളാൽ ചീറ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഭയമുണ്ടോ? വഞ്ചിക്കപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം വിശ്വസിച്ച് നല്ല രീതിയിൽ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിക്കോട്ടെ, ചില ആളുകളായിക്കോട്ടെ, നമ്മൾ കരുതുന്ന രീതിയിൽ റിയാക്ട് ചെയ്യാതിരിക്കുക, അല്ലെ നമ്മൾ കരുതിയ രീതിയിലേക്ക് മാറാതിരിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പല ആളുകൾക്ക് ചീറ്റിങ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, പല ആളുകളിൽ നിന്നായിരിക്കാം. ചിലർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലർക്ക് ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, ചിലർക്ക് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം അത് നമുക്ക് ഹേർട്ടായിട്ട് നമ്മുടെ പുറത്ത് നിന്ന് കുത്താന്നൊക്കെ പറയില്ലേ, ആ ഓരോ സംഭവങ്ങളിലൂടെ ആയിരിക്കാം. അതെ, നമ്മൾ വിശ്വസിച്ച് വളരെ എക്സ്പെക്റ്റേഷൻസ് വെച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ചീറ്റിംഗ് അനുഭവപ്പെടുന്നത്. എക്സ്പെക്റ്റേഷൻസ് ആണ് നമ്മുടെ ലൈഫിൽ നമ്മളെ ചീറ്റ് ചെയ്യപ്പെടാൻ കാരണമാക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നമ്മൾ വെക്കുന്ന എക്സ്പെക്റ്റേഷൻസ്? ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് നമ്മളിപ്പോൾ സാധാരണയായിട്ട് വളരെയധികം കേട്ട് വരുന്നത് ഈ ഒരു ചീറ്റിംഗ് അഥവാ വഞ്ചിക്കുക എന്നുള്ളൊരു കാര്യം വളരെയധികം കേട്ട് വരുന്നത് റിലേഷൻഷിപ്പിലാണ്. ഇപ്പം അത് സുലഭമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ ഇയാളും ഒത്തൊരു ജീവിതം ലൈഫിലോ എന്നുള്ളത് വളരെയധികം ചിന്തിച്ച് അത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അഥവാ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ചില ആളുകളിൽ നിന്നാണെങ്കിലോ നമുക്ക് ചീറ്റിംഗ് അനുഭവപ്പെടുന്നത്. അത് ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയും, ആരോട് പറയരുത് കേട്ടോ എന്ന് വരെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയാം. പക്ഷേ ചില സാഹചര്യങ്ങൾ അവർ ബാക്കിൽ നിന്ന് കുത്താന്നൊക്കെ പറയില്ല, അതേമാതിരി അത് നമ്മൾ പറഞ്ഞ രഹസ്യങ്ങൾ നമുക്കെതിരെ ആയുധമായിട്ട് എടുക്കുക ഒക്കെ ഉണ്ടാകാറില്ലേ. ഇതൊക്കെ ചീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ചീറ്റിംഗ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ എക്സ്പെക്റ്റേഷൻസ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ചീറ്റിംഗ് ഉണ്ടാവുന്നതിന് മറ്റൊരു കാരണമാണ് നമ്മളൊരു ബട്ട് വെക്കുന്നില്ല എന്നുള്ളത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ലൈഫ് ലോങ് ഇയാൾ എൻ്റെ കൂടെ ഉണ്ടാവും, അഥവാ ഉണ്ടായില്ലെങ്കിലോ ചിലപ്പോൾ ഉണ്ടാവാതെയും ഇരിക്കാം എന്നുള്ളത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അയാൾ നമ്മുടെ കൂടെ ഇല്ലാതാവുമ്പോൾ നമുക്ക് വളരെയധികം അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അതുപോലെ ഒരു കാര്യം പറയുന്ന സമയത്ത് അവർ പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷേ അവർ പറയാതിരിക്കാതെ ഇരുന്നൂടാ, ചിലപ്പോൾ അവർ പറഞ്ഞുകൂടായി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെ ആരെങ്കിലും ഒന്ന് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ബട്ട് വെക്കുക, എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കിയിട്ട് ബട്ട് അവിടെ ചേർക്കുക. ഓക്കെ, അവരുടെ കൂടെ ഉണ്ടാവാം, അല്ലെ അവരതൊക്കെ ചെയ്യാം, പക്ഷേ ചിലപ്പോൾ ചെയ്യാതിരുന്നു കൂടായില്ല എന്നുള്ളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നും പെട്ടെന്ന് റെഡിയായി വരണം എന്നൊക്കെ ആഗ്രഹിക്കണില്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള 7 ടിപ്സാണ് ഞാൻ പറയുന്നത്. ചീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ 7 ടിപ്സ് നിങ്ങൾ ഓർക്കുക, എങ്കിലും നിങ്ങൾക്ക് ഇതിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ചീറ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ വളരെയധികം സഫർ ചെയ്യുന്നത്. സോ അതിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ 7 ടിപ്സ് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ചിന്തിക്കുക? നമ്മൾ എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടോ അതുപോലെ അവരും ഹേർട്ടായിട്ട് തന്നെയായിരിക്കും നമ്മളെ ചീറ്റ് ചെയ്തത് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ഒരു പൊട്ടത്തരം ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ ചിന്തിക്കുക. അവർ ചിലപ്പം ആ റിലേഷനിൽ അവർ ഓക്കെ ആയിരുന്നില്ലെങ്കിലോ, അതുകൊണ്ടാണെങ്കിലോ അവർ ചീറ്റ് ചെയ്തത്. അങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ അവർ, അത് കുറച്ച് കമാനക്കാട്ടിയൊക്കെ വേണം. പക്ഷേ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർ വെറുതെ അങ്ങ് നമ്മളെ ചീറ്റ് ചെയ്ത് പോയതല്ലല്ലോ, അവരും അതുപോലെ ഹേർട്ടായിട്ട് അവർക്ക് പറ്റാതെ വന്നപ്പം അവർ ഇറങ്ങി പോയതാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. സത്യം എപ്പോഴും വേദനിപ്പിക്കും. അതെ, അവർ നമ്മൾ ചീറ്റ് ചെയ്ത് പോയി എന്നുള്ളത് സത്യമാണ്, അത് നടന്നു കഴിഞ്ഞു. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പം അത് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതുമ്മൽ എപ്പോഴും പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് നമ്മൾ അതിലേറെ ഹേർട്ട് ചെയ്യും. അതൊരിക്കലും നമുക്ക് ഹെൽത്തി അല്ല, അത് നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചു തൂങ്ങാതിരിക്കുക. അവർ
നമ്മൾ ചീറ്റ് ചെയ്തു എന്നുള്ള സത്യമാണ്, അത് അംഗീകരിക്കുക. ഇനി അവരൊരിക്കലും ഇനി ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ പോലും തിരിച്ചുപോയി ആ ചീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ചീറ്റിംഗ് എപ്പോഴും ചോയ്സ് ആണ്, അല്ലാതെ ഒരു ആക്സിഡൻ്റ് അല്ല. സോ അത് അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് ഉറപ്പിച്ച് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്ത ഒരു ഡിസിഷനാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അതിൽ പിടിച്ചു തൂങ്ങി ഓൾറെഡി നമ്മൾ ആ സത്യം അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത രീതിയിൽ ഹേർട്ടായിട്ടുണ്ടാകും. പക്ഷെ അതുമേൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിലേറെ നമ്മളെ ഹേർട്ട് ചെയ്യും. നമ്മുടെ ഹെൽത്തി ആവുന്ന ഒരു കാര്യമാവില്ല അതുമേൽ പിടിച്ചു തൂങ്ങുക എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ഹേർട്ട് ചെയ്ത് പോയ ഒരാളുമായിട്ട് തർക്കിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇപ്പോൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് തർക്കിച്ച് വിജയിക്കുന്നത് ഒരിക്കലും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അതൊരിക്കലും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല നമുക്കെന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ അവർ ഉറപ്പിച്ചതാണ് നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്നുള്ളത്, അവരെടുത്ത ഡിസിഷനാണ്. സോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾ എങ്ങനെയാണെങ്കിലും അതിനുള്ള മറുപടികളും കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പം വെറുതെ നമ്മൾ അവരോട് അതിനെക്കുറിച്ച് സംസാരിച്ച് തർക്കിച്ച് നമ്മുടെ എനർജിയും നമ്മുടെ സമയവും കളയുക എന്നല്ലാതെ അതിലൂടെ നമുക്കൊന്നും എക്സ്ട്രാ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ഹേർട്ട് നൽകുക, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി വേദനിപ്പിക്കുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരിക്കലും ചീറ്റ് ചെയ്തു പോയ ഒരാളോട് ചീറ്റ് ചെയ്യപ്പെട്ട കാര്യത്തെക്കുറിച്ച് തർക്കിക്കാതിരിക്കുക, അതിനുപരി സൈലൻ്റ് ആയിട്ട് നിൽക്കുക. ഒരിക്കലും നമ്മുടെ അടുത്ത് നിന്ന് ഒരു സൈലൻസ് അവർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ ഹേർട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞു വല്ലാതെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റും. ഇതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചീറ്റ് ചെയ്യുന്നതിന് കര കയറാൻ നിങ്ങൾ സഹായിക്കും. നാലാമത്തെ ടിപ്പ് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. നമ്മളെ ഹേർട്ട് ചെയ്ത് പോയവർക്ക് നല്ലത് അല്ലെ അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുക കഴിയില്ല. എനിക്കറിയാം നിങ്ങൾ അത്രത്തോളം അവരുടെ പ്രവൃത്തി കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്, അല്ലേ അത്രത്തോളം നിങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ട് എന്ന് കരുതി അവരെപ്പോഴും സഫർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിലൂടെ നമുക്കൊരു മെച്ചവും ഉണ്ടാവുന്നില്ല, നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നമ്മളൊരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ജസ്റ്റ് ലെറ്റ് ദം ഗോ, അവരെ ഒഴിവാക്കി വിടുക. അവർ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നഷ്ടം ഉണ്ടായിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അവർക്കും നല്ലത് വരട്ടെ, അവർ നന്നായിട്ടിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സക്സസ് ആയി എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യൂ എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ അതിൽ നിന്നും ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് നമുക്ക് ലഭിക്കുക പോലും ചെയ്യാത്ത ആ ഒരു ക്ഷമാപണം സ്വീകരിക്കുക എന്നുള്ളത്. ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അവരൊരിക്കലും നമ്മളോട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പോകണില്ല, ക്ഷമാപണം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോറി എനിക്ക് അബദ്ധം പറ്റിയ എന്നൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. അവർ ചീറ്റ് ചെയ്തതാണ്, അവരുടെ ഡിസിഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ക്ഷമാപണം നടത്താൻ പോകുന്നില്ല. എങ്കിൽ പോലും ക്ഷമിച്ചു കൊടുക്കുക. അവർ ചെയ്തു, അവരുടെ അറിവില്ലായ്മയാണത്. അവർക്കാണ് അതിലൂടെ നഷ്ടമുണ്ടായത്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നഷ്ടമാണ് എന്ന് മനസ്സിലാക്കുക. സോ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. അവർക്ക് അറിവില്ലായ്മ പറ്റിയതാണ്, അവർക്ക് ബുദ്ധിമോശം പറ്റിയതാണ്. അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ, അവരുടെ ലൈഫായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ, ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കോളും എന്ന് വിശ്വസിക്കുക. അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. ഇത് നമ്മളെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾക്ക് പെട്ടെന്ന് ആ ഒരു ചീറ്റിങ്ങിൻ്റെ എഫക്റ്റിൽ നിന്നും മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറും. അടുത്ത കാര്യം, ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മളെ വഞ്ചിച്ചു പോയ ആളുകൾ, നമ്മളെ ചീറ്റ് ചെയ്ത് പോയ ആളുകൾ ഒരിക്കലും ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത് ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പൊതുവേ നമ്മൾ കേട്ടുവരുന്ന സംഭവമാണ്, ഇനിയൊരു പെൺകുട്ടി ചീറ്റ് ചെയ്തു എന്നൊരു ആൺകുട്ടി പറയുകയാണെങ്കിൽ അവൾ എന്നെ ചീറ്റ് ചെയ്തു, എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ്, ആരെയും വിശ്വസിച്ചൂടാ എന്നുള്ള തരത്തിൽ. പക്ഷെ അങ്ങനെയാണോ? അല്ലല്ലോ. എത്ര നല്ല പെൺകുട്ടികളുണ്ട്. ആ ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതോടുകൂടി ആ പെൺകുട്ടികളെ മൊത്തത്തിൽ നിങ്ങൾ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ലൈഫിലേക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കില്ല എന്നൊക്കെ ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആവശ്യമില്ല. ഒരാൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഡിസിഷൻ മാത്രമാണ്, അത് അയാളുടെ ലൈഫിൽ പറ്റിയൊരു അബദ്ധമാണ്. അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല.
ഇതന്നെയാണ് ഗേൾസ് ബോയ്സ് സംഭവിക്കുന്നത്. ഇപ്പം ഗേൾസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ ബോയ് അങ്ങനെ ചെയ്തു എന്നോട്, ഞാനൊരു ആൺകുട്ടിയെ ഇനി വിശ്വസിക്കൂല, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ വിശ്വസിക്കുക, എല്ലാ ചെക്കന്മാരും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ. അത് ഒരിക്കലും പാടില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടല്ല അവർ സംസാരിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവരെങ്ങനെയാണെന്നേ കാട്ടി തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഒരിക്കലും അവരെ പോലെ ആകില്ല എന്ന് മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. കുറച്ച് സാഹിത്യപരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും നല്ല ഗിഫ്റ്റുകൾ, ലൈഫിലേക്ക് ഏറ്റവും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള നല്ല ഗിഫ്റ്റുകൾ ചിലപ്പം നല്ല റാപ്പിലായിരിക്കണം എന്നില്ല, ഒരു അഗ്ലി റാപ്പിലായിരിക്കും. മനസ്സിലായിട്ടല്ലേ? കുറച്ച് സാഹിത്യമായി പോയില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ടേണിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് മൊത്തം നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ ലൈഫിലെ ഓരോ ലെസൺസാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ, സക്സസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഓരോ ലെസൺസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ്, അതൊരു ഹേർട്ടിങ് സത്യമാണ്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു സത്യമാണ്. എങ്കിൽ പോലും അത് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും. നമുക്ക് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ എങ്ങനെ വിശ്വസിക്കണം, ആളുകളെ ഏതൊരു രീതിയിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഒരു വലിയൊരു ടേണിങ് ഓവർ ആയിരിക്കാം ഇത്. പക്ഷെ വളരെയധികം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു അഗ്ലി റാപ്പിൽ പൊതിഞ്ഞ നല്ലൊരു ഗിഫ്റ്റ് മാതിരിയാണ് ഇത്. നമുക്ക് ഈ ഒരു ഹേർട്ടിങ്ങിലൂടെ നമുക്ക് വളരെയധികം വിഷമങ്ങൾ ലഭിച്ചെങ്കിലും ഇത് വളരെ വലിയൊരു ലെസണാണ് നമുക്ക് തരുന്നത്. നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ലെസൺ ഉൾക്കൊണ്ടും കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്ത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സാധിക്കും. ആളുകൾ ചീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അത് ഒരിക്കലും ചോയ്സ് അല്ല, അത് അവരുടെ ഡിസിഷനാണ് എന്ന് മനസ്സിലാക്കുക. ആളുകളിൽ ഒരിക്കലും ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക, ഒരു ലിമിറ്റ് വെക്കുക. എപ്പോഴും അവർ നല്ലത് മാത്രം ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. 7 കാര്യങ്ങൾ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ഇതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ വെക്കുക. ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ഭയങ്കരമായിട്ട് തളർച്ച തോന്നുകയാണ്, മാനസികമായിട്ട് തളർച്ച തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അഡ്വൈസ് വേണം, ഇതുപോലെ ചീറ്റ് ചെയ്യപ്പെടുകയാണ്, അതിൽ നിന്നും ഡിപ്രഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മറ്റ് കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ മൈൻഡ് സൂം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.